പലസ്തീന് ഐക്യദാർഢ്യവുമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മെയ് 22-ന് ജില്ലാ കേന്ദ്രങ്ങളിലായിരിക്കും പ്രതിഷേധം സംഘടിപ്പിക്കുക. ഇസ്രായേലിന്റെ ഫാസിസ്റ്റ് രീതിയെ അതിശക്തമായി എതിർക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. യുദ്ധരീതിക്ക് വിരുദ്ധമായ രീതിയിലാണ് ഗാസയിൽ കാര്യങ്ങൾ കടന്നുപോകുന്നത്. എങ്ങനെയൊക്കെയായിരിക്കും ഇസ്രായേലിന്റെ കടന്നാക്രമണം എന്നത് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. 2 ആഴ്ചക്കകം ഇല്ലാതാക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് ആയുധം നൽകി പിന്തുണ നൽകുകയാണ് അമേരിക്കയും. പലസ്തീൻ ജനതയോടുള്ള ആക്രമണം നമ്മൾ ഓരോരുത്തരുടെയും നേരെയുള്ള കടന്നാക്രമണം ആണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ആരും ചോദിക്കാനും പറയാനുമില്ല. ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നീതി. അതൊരു കാട്ടുനീതിയാണ്. ആ കാട്ടുനീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പിൻബലത്തോടുകൂടി ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ജനങ്ങളാകെ, ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നത്. നമ്മുടെ ഈ ക്യാമ്പയിൻ 22-ാം തീയതി വരെയുണ്ട്. കേരളത്തിലെ ഈ ക്യാമ്പയിൻ 22-ാം തീയതി നടക്കുമ്പോഴേക്ക് എന്തായിരിക്കും പലസ്തീൻ്റെ മേലെയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയുള്ള ഇസ്രയേലിൻ്റെ കടന്നാക്രമണമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പോലും കഴിയില്ല. അവർ തീരുമാനിച്ചത് ആഴ്ചകൾ കൊണ്ട് ഇല്ലാതാക്കണം എന്നാണ്. ഒരു പ്രദേശം ഇല്ലാതാവണം എന്നാണ്. അതിശക്തിയായിട്ടുള്ള വെറുപ്പ്, പലസ്തീൻ ജനതയോടുള്ള കൃത്യമായ ഹൃദയ വായ്പ് അതുതന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. നമുക്കിത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഇന്ത്യൻ ജനതയുടെ ലക്ഷ്യം. ഈ ഫാസിസ്റ്റ് രീതിയെ അതിശക്തമായി എതിർക്കണമെന്നും ഈ മാസം 22-ന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പലസ്തീന് ഐക്യദാർഢ്യവുമായി പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.